അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കണം നോക്കാം. ആദ്യം തന്നെ പടവലങ്ങയുടെ തൊലി ചുരണ്ടിക്കളഞ്ഞ് ഉള്ളിലുള്ള സീഡ് റിമൂവ് ചെയ്ത് കഴുകിയ ശേഷം മീഡിയം സൈസാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് 1/2 കപ്പ് തൂരപ്പരിപ്പെടുത്ത് വേവിക്കാനെടുത്ത കുക്കറിലേക്കിട്ട് കഴുകിയ ശേഷം അരിഞ്ഞു വെച്ച പടവലങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, വേകുവാനുള്ള വെള്ളം 2.5 കപ്പ് ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ഉടൻ തന്നെ കുക്കറിൻ്റെ പ്രഷർ കളഞ്ഞ് അധികം വെന്ത് പോകാത്ത വിധത്തിൽ പരിപ്പ് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 പിടിയിൽ കുറഞ്ഞ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ചെറിയുള്ളി, ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അരപ്പാക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലുള്ളതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് അരപ്പിലേക്ക് ചേർത്ത് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് പിഴിഞ്ഞത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ തേങ്ങയുടെ അരപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് കറിവേപ്പില, 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നത് വരെ വെക്കുക. തിളച്ച ശേഷം താളിപ്പിനായി ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചത് കറിയിലേക്ക് ചേർത്താൽ പടവലങ്ങ കറി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.